നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയാണ് ഇന്ന് പഠിക്കുന്നത്. അതായത് ക്ലോക്കുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് 12:50 ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? നമുക്ക് സാധാരണ കഴിഞ്ഞ ക്ലാസ്സിൽ കോണളവ് കണ്ടുപിടിക്കാൻ മിനിറ്റ് ഇൻറ്റു 2/11 എന്ന് പഠിച്ചു. പക്ഷേ അതിനകത്ത് ചെറിയ വ്യത്യാസമുള്ളത് റിഫ്ലക്സ് കോൺ ആയാൽ എന്ന് പറഞ്ഞാൽ കോണിന്റെ അളവ് നമ്മളിങ്ങനെ മിനിറ്റ് ഇൻറ്റു 2/11 കിട്ടുമ്പോൾ 180 ഡിഗ്രിയിൽ കൂടുതലാണ് കിട്ടുന്നതെന്ന് വെച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്യണം? അത് 360 നിന്ന് കുറച്ചിട്ട് എഴുതണം. അതാണ് വ്യത്യാസം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് 180 കുറവുള്ള ഡിഗ്രിയുള്ള കോണാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി 180 കൂടുതലാണ് കിട്ടണമെങ്കിൽ അത് 360 നിന്ന് കുറച്ചും കൂടെ എഴുതിയാലേ നമുക്ക് കോണിന്റെ കൃത്യമായ അളവ് കിട്ടുള്ളൂ. അതെങ്ങനെയാണ് നോക്കാം. ഇതുണ്ടോ 12:50, അതിൻ്റെ അകത്ത് മിനിറ്റ് എത്രയാണ്? മിനിറ്റ് 50 ആണ്. 50 ഇൻറ്റു 2/11 എത്ര കിട്ടും? 2ഉം 50 വെട്ടിയാൽ 25. അപ്പം 25 ഇൻറ്റു 11 എത്രയാണ്? 275 ആണ് കേട്ടോ. 180 ഡിഗ്രി കൂടുതൽ കിട്ടി. 180 ഡിഗ്രി കൂടുതൽ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ്? 360 നിന്ന് കുറയ്ക്കണം. അപ്പം 360 മൈനസ് 275 എത്ര കിട്ടും? 10 5 ഇവിടെ 5 5 8 വരും 15, അതെ 85 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം, 85 ഡിഗ്രി. നമ്മൾ 180 കുറവാണെങ്കിൽ നമ്മളിങ്ങനെ ഇത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. 180 കൂടുതലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 360 നിന്നും ആ കിട്ടുന്ന ഉത്തരം കുറച്ച് എഴുതിയെങ്കിൽ മാത്രമേ ഈ ഡിഗ്രി അളവ് കേട്ടോ. ഇത് 85 ഡിഗ്രി എന്ന് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോ ഉത്തരം അല്ലേ? അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. മിനിറ്റ് ഇൻറ്റു 2/11 കോണളവ് കാണാനുള്ളത്. അത് റിഫ്ലക്സ് കോൺ ആയാൽ 360 നിന്ന് 180 കുറച്ചും കൂടെ 360 നിന്ന് 180 അല്ല, ആ കിട്ടുന്ന എത്ര ഡിഗ്രിയാണ് കുറച്ച് ഉത്തരം എഴുതിയാൽ മാത്രമേ ഉത്തരം ശരിയായുള്ളൂ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.